നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ചതാണ്, അതൊരു രാഷ്ട്രീയ ചതിയാണെന്ന് ഇവരെ പറയുമ്പോൾ ആ ചതിച്ചതാരാണ് എന്നയാളുടെ പേര് പറയാൻ പോലും ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ പേര് പറയാതെ പറഞ്ഞ മുഖ്യമന്ത്രി എങ്കിൽ എന്തുകൊണ്ടാണ് അൻവർ ആ മുന്നണിയിൽ നിന്നും പുറത്തു പോകുന്നതെന്ന് കേരള സമൂഹം ചർച്ച ചെയ്തതല്ലേ? അതിന് അൻവർ പറഞ്ഞ പേരാണ് പിണറായിസം. അതുകൊണ്ട് ഈ CPM-നും അൻവറിനും ഇപ്പം ഒരു ശത്രുവേ ഉള്ളൂ, അത് VD സതീശനാണ്. ഞാൻ ഈ ചർച്ചയിൽ നമ്മുടെ CPM-ന് വേണ്ടി വാദിക്കുന്ന രണ്ട് പ്രതിനിധികളും അവർ ഏതെങ്കിലും കാര്യത്തിൽ ഒരു LDF UDF പോരാട്ടത്തിൽ LDF-ൻ്റെ നയം വിശദീകരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ രണ്ട് കൂട്ടരും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു തെളിമയുള്ള കാര്യം മാധുവിന് കിട്ടിയ ഇല്ല. ഇത് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇന്ന് നിലമ്പൂർ സംഭവിച്ചത്. അദ്ദേഹം അവിടെ പ്രസംഗത്തിൽ പറഞ്ഞത് LDF-ൻ്റെ നയം അനുസരിച്ച് ഘടകകക്ഷികൾ നീങ്ങുന്നതാണ് പറഞ്ഞത്. അത് എന്തിനാണ് അവിടെ പറഞ്ഞതെന്നറിയാമോ? LDF-ലെ ഭിന്നതയുണ്ട്. അവിടെ പ്രതിപക്ഷത്തെ കാര്യമായി മുഖ്യമന്ത്രി വിമർശിച്ചില്ല. എന്താ കാരണം? വിമർശിക്കാൻ പറ്റില്ല. കേന്ദ്രം മഹാരാഷ്ട്രയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, മഹാരാഷ്ട്രയ്ക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം സ്വീകരിക്കാൻ അനുമതി കൊടുത്തു വിദേശത്തുനിന്ന്. കേരളത്തിന് കിട്ടിയില്ല. മുഖ്യമന്ത്രി ഇന്നൊരു പത്രസമ്മേളനം നടത്തി ഇതെങ്കിലും പറയുന്ന വിചാരിച്ചേ. അപ്പോൾ BJP-യെ എതിർക്കാൻ ബുദ്ധിമുട്ട്, പ്രതിപക്ഷം പറയുന്ന സത്യങ്ങളെ എതിർക്കാൻ ബുദ്ധിമുട്ട്, ഇത്തരമൊരവസ്ഥയിലാണ് ഇന്ന് CPM എത്തി നിൽക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ചതാണ്, അതൊരു രാഷ്ട്രീയ ചതിയാണെന്ന് ഇവരെ പറയുമ്പോൾ ആ ചതിച്ചതാരാണ് എന്നയാളുടെ പേര് പറയാൻ പോലും ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ പേര് പറയാതെ പറഞ്ഞ മുഖ്യമന്ത്രി എങ്കിൽ എന്തുകൊണ്ടാണ് അൻവർ ആ മുന്നണിയിൽ നിന്നും പുറത്തു പോകുന്നതെന്ന് കേരള സമൂഹം ചർച്ച ചെയ്തതല്ലേ? അതിന് അൻവർ പറഞ്ഞ പേരാണ് പിണറായിസം. അതുകൊണ്ട് ഈ CPM-നും അൻവറിനും ഇപ്പം ഒരു ശത്രുവേ ഉള്ളൂ, അത് VD സതീശനാണ്. പാലക്കാട് VD സതീശൻ വിരുദ്ധതയായിരുന്നു. ഇപ്പോൾ അത് അൻവറും പറഞ്ഞു VD സതീശൻ സ്റ്റാലിനിസമാണോ എന്തൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് VD സതീശൻ എന്തിൻ്റെ മാധു സ്വതന്ത്രമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എല്ലാ കോൺഗ്രസ്സുകാരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, VD സതീശൻ്റെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ട്. പൊതുസമൂഹത്തിനിടയ്ക്ക് നിലപാടുള്ള പ്രതിപക്ഷ നേതാവെന്ന് വന്നിട്ടുണ്ട്. ഈ നിലപാടില്ലാത്ത ഒരു മുഖ്യമന്ത്രിയല്ല ഇന്ന് നിങ്ങൾ നിലമ്പൂർ കണ്ടത്. അദ്ദേഹം ഇന്ന് പ്രസംഗിക്കുക 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉമ്മൻചാണ്ടി കൊടുക്കാനുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒന്നും നിലപാടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതുകൂടി ഒന്ന് വ്യക്തമാക്കണം എന്ന് സൂചിപ്പിക്കുക. എനിക്കറിയാം ഈ ചോദ്യം വരുന്നറിയാം. അല്ല, ഈ ചോദ്യം വരുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടിക്ക് നിലപാടില്ല, കുഞ്ഞാലിക്കുട്ടിക്ക് നിലപാടില്ല, കെ സുധാകരന് നിലപാടില്ല, മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കും നിലപാടില്ല. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. നിലപാടെന്താന്ന് അറിയ പോലും ഇല്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്താണ് തോന്നിയ പോലെ ചെയ്യുന്ന ഒന്നിനും കൊള്ളാത്ത ഒരാൾ എന്നൊക്കെയാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? താങ്കളുടെ വരിയിലൂടെ താങ്കൾ വല്ലാതെ കോൺഗ്രസ് ന്യായീകരിക്കുമ്പോൾ മുഖത്താണ് കിട്ടുന്നതെന്ന് അറിയാൻ സ്വരാജിനെ നിലപാടുകളുടെ നിലപാടില്ലാത്തതാണോ അതിന്റെ അർത്ഥം? അല്ല, ഒരു സ്വരാജിനെ നിലപാടുകളുടെ രാജകുമാരൻ വിളിക്കുമ്പോൾ റിയാസിന് നിലപാടില്ലാത്തതാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണോ? അല്ല, സ്വരാജിനെ നിലപാടുകളുടെ രാജകുമാരൻ നിലപാട് പാർട്ടിയുടെ നിലപാടാണ്. സ്വരാജ് പറയുന്ന നിലപാട് പാർട്ടിയുടെ നിലപാടാണ്. ആ നിലപാട് എല്ലാവരുടെയും നിലപാടാണ്. സ്വരാജ് നിലപാടുള്ളവരും റിയാസ് നിലപാട് കോൺഗ്രസിന്റെ നിലപാടല്ല, നിലപാടല്ല, നിലപാടല്ല. നിങ്ങൾ പറയുന്ന ഇതേ ആർഗ്യുമെന്റ് KPCC പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരൻ പറഞ്ഞത് അല്ല. സജീഷ് ഒരു മിനിറ്റ്, അല്ല ഞാൻ പറഞ്ഞത് അതല്ലേ? അല്ല സജീഷ്, വളച്ചൊടിക്കരുത്, എന്റെ മുമ്പിൽ വെച്ച് വളച്ചൊടിക്കരുത്. ഞാൻ പറയുന്നത് എന്റെ മുമ്പിൽ വെച്ച് വളച്ചൊടിക്കരുത്. സ്വരാജിന്റെ നിലപാട് സ്വരാജിന്റെ നിലപാടിനെ കുറിച്ച് പറഞ്ഞതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. ഞാനത് ആവർത്തിക്കണോ? KN കുഞ്ഞമ്മദിനെ കൊരങ്ങൻ കുഞ്ഞമ്മന്ന് വിളിച്ചപ്പോ KN കുഞ്ഞമ്മദിനെ VS കൊടുത്ത മറുപടി ഉണ്ട്, ഓർമ്മയുണ്ടോ? 3 പേർ കൂടി സംസാരിച്ച ഭാഗമായി നിൽക്കുകയാണ്. താങ്കൾക്ക് ആ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ കേസിൽ കക്ഷി ചേർന്നോ? അല്ല, പിതൃശൂന്യ പ്രസ്താവനയോ? മാധ്യമങ്ങൾക്കെതിരെ പിതൃശൂന്യ പ്രസ്താവന നടത്തിയപ്പോൾ VS കൊടുത്തൊരു മറുപടി ഉണ്ട്, ഓർമ്മയുണ്ടോ? VD സതീശനോട് നിങ്ങൾക്ക് അലിപ്പുണ്ടാകും. ഭരണഘടനയിൽ സ്റ്റേറ്റ് എന്താണെന്ന് നിയമസഭയ്ക്കകത്ത് വെച്ച് സ്വരാജിനെ പഠിപ്പിച്ച ഓർമ്മയില്ലേ? ഒരു വാചകത്തിന്റെ സ്റ്റേറ്റ് അല്ല എന്ന് പറയാൻ വേണ്ടി സ്വരാജ് നടത്തിയിട്ടുള്ള പരിശ്രമവും വഷളായതും ഒക്കെ കണ്ടതല്ലേ? മറുപടി പറയാനൊക്കെ പറ്റുമായിരിക്കും. സ്റ്റേറ്റ് ആണോ അല്ലയോ പറയാമോ സജീഷ്? മതി, ഇത്ര നേരം തർക്കിച്ചല്ലോ.
അല്ല കിഫ്ബി സ്റ്റേറ്റ് ആണോ അല്ലയോ? ശ്രീകുമാർ ഞാൻ കാരണം നിയമസഭയ്ക്കകത്ത് വെച്ച് സ്വരാജിന് എന്താണ് ഭരണഘടന ക്ലാസ് എടുത്ത് വി ഡി സതീശനാണ് ഓർമ്മയില്ലേ? പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സന്ദീപ് വാര്യരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കയറി ഇടപെട്ട സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കും. അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ അവഹേളിച്ച് പോകാമെന്ന് കരുതണ്ട സതീഷേ. മനസ്സിലായല്ലോ? നിയമസഭയ്ക്കകത്ത് പറഞ്ഞപ്പോ തിരിച്ചൊരു സംശയം ചോദിച്ചു എന്നേ ഉള്ളൂ. സതീഷ് അല്ല മാധു എനിക്ക് പൂർത്തിയാക്കാൻ അവസരം. സതീഷ് ഒരു മിനിറ്റ്. അതായത് ഞാൻ കോൺഗ്രസ് പക്ഷമുള്ളൊരു പത്രപ്രവർത്തകനാണ്, അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വ്യക്തമാണ്. ഏത് കോൺഗ്രസ്സുകാർ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വാചകം മറ്റേ നിലമ്പൂർ വിഷയത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട്, ആ നിലപാട് എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹം അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പൊള്ളുന്നത്? നിങ്ങളപ്പോൾ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് നിലപാടില്ലെന്നല്ല ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നിലപാട് സതീശൻ എടുത്തുള്ളതാണ്? അത് നിങ്ങളുടെ കഴിവുകേടാണ്. അതുകൊണ്ടാണ് ആ നിലപാട് എടുക്കേണ്ടി വന്നത്. അത് മനസ്സിലാക്കുക നിങ്ങൾ. അല്ലല്ല, ഞാനതല്ല, താങ്കളുടെ ആ സംശയം ഞാൻ തീർത്തു തരാം. ഞാൻ പറഞ്ഞത് താങ്കൾ അത് പറയുമ്പോൾ പൊള്ളുന്നത് അല്ല. എന്റെ സംശയം നിങ്ങൾ തീർക്കണ്ട. നിങ്ങൾ CPM-ലെ സംശയം തീർത്താൽ മതി. അതായത് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലാകുമെന്ന് പറയുന്ന നിലപാടുണ്ടോ? ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലാണ് എന്ന് പറയാനുള്ള നിലപാട് നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? ഗവൺമെന്റിന്റെ വിലയിരുത്തൽ ഈ ഗവൺമെന്റിനെ കുറിച്ചുള്ള വിലയിരുത്തലാണെന്ന് പറയാനുള്ള നിലപാട് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ അൻവറുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഭരണ തുടർച്ചയുടെ തെരഞ്ഞെടുപ്പ് ഒരു സംശയ കാര്യത്തിൽ അതിലേക്കുള്ള വഴി നയിക്കുന്ന